നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. വരുന്ന ഖാദി ബോർഡ് LTC എഴുതുന്നവരായാലും 10th ലെവൽ പ്രിലിംസ് എഴുതുന്നവരായാലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പോവുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ ഏതൊക്കെ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആമുഖം അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, ഡെപ്പോസിറ്ററികളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. 1, 2, 3, 5 ശരിയാണ്. അതായത് ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കുക, പണസ്ഥിരത, പിന്നെന്താണ്, കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക. ഇതൊക്കെയാണ് RBIയുടെ വ്യക്തമായ ചുമതലകൾ. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ച് RBIയുടെ വ്യക്തമായ ചുമതലകളിൽ വരുന്നതാണ് ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ നിയന്ത്രിക്കുക, കരുതൽ സൂക്ഷിക്കൽ, പണസ്ഥിരത, അതുപോലെ തന്നെ കറൻസിയും ക്രെഡിറ്റ് സിസ്റ്റവും പ്രവർത്തിപ്പിക്കുക എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 2016 ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം ഡാഷ് കൈകാര്യം ചെയ്യുന്നു. ഓപ്ഷൻസ്: ചരക്ക് സേവന നികുതി ബിൽ, മന്ത്രിസഭാ അംഗങ്ങളുടെ 15% ലെജിസ്ലേറ്റീവ് അംഗങ്ങളുടെ വലിപ്പം പരിമിതപ്പെടുത്തുന്നു, പട്ടികജാതികൾക്കും പട്ടികവർഗക്കാർക്കുമുള്ള ദേശീയ കമ്മീഷനെ വിഭജിക്കുക, സർക്കാർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്ക് അതായത് OBCക്ക് സംവരണത്തിനുള്ള വ്യവസ്ഥകൾ. ഇതിൽ ഏതാണ് 2016 ഭരണഘടനയുടെ 101 ഭേദഗതി കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ C ആണ്. അതായത് 1 മാത്രമാണ് ഇതിൽ കറക്റ്റായിട്ടുള്ളത്. ചരക്ക് സേവന നികുതി ബില്ലാണ് എന്ത് 101 ഭേദഗതി. ഭരണഘടനയുടെ 101 ഭേദഗതി നിയമം പറയുന്നത് GSTയെ കുറിച്ചാണ്, ചരക്കു സേവന നികുതി ബിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? 1. സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ. 2. പുതിയ പാഠ്യപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും. 3. തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം. സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുന്നു. പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പാക്കുക. ഈ പറഞ്ഞതിൽ 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞവയെല്ലാമാണ്. എന്തൊക്കെയാണ്? സ്റ്റേറ്റ് സ്കൂൾ സ്റ്റാൻഡേർഡ് അതോറിറ്റി സ്ഥാപിക്കൽ, പുതിയ പാഠപദ്ധതിയും പെഡഗോഗിക്കൽ ഘടനയും, തുല്യവും ഉൾക്കൊള്ളുന്നതുമായ വിദ്യാഭ്യാസം, അതുപോലെ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേക ഊന്നൽ നൽകുക, പ്രീ പ്രൈമറി സ്കൂൾ മുതൽ ഗ്രേഡ് 12 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും സാർവത്രിക പ്രവേശനം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നമ്മൾ സ്കൂളുകളിൽ ഏതെങ്കിലും 3 ഭാഷകൾ പഠിക്കുക, അതിൽ ഏതെങ്കിലും 2 ഇന്ത്യൻ ഭാഷയായിരിക്കണം, ഒരു വിദേശ ഭാഷ പഠിക്കുക. അതുപോലെ കുട്ടികൾ അതിനൊന്നും ആരും സമ്മർദ്ദം ചെലുത്താൻ പാടില്ല എന്നൊക്കെയാണ് ഈ 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുതിയ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? CAG ഉണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. എന്താണ് ഇതിൻ്റെ ആൻസർ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, CAG, ധനകാര്യ കമ്മീഷൻ. ഇത് 3 എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് എന്ത്? ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത്. അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് CAG, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഭരണഘടനാ സ്ഥാപനമല്ല.
അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? എൽഡർ ലൈൻ 14567 ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർ, മന്ദഹാസം മുതിർന്ന പൗരന്മാർ, കാവൽ ട്രാൻസ്ജെൻഡർ. അപ്പം ഇതിൽ ഏതാണ് ശരിയായത്? എൽഡർ ലൈൻ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? വയോജനങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ, ദേശീയ തലത്തിലുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് എൽഡർ ലൈൻ എന്ന് പറയുന്ന പദ്ധതി. അതുപോലെ ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. കാവൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ എന്ന് ഇവിടെ തന്നിരിക്കുന്നത് ആ ഒരു ഓപ്ഷൻ തെറ്റാണ്, ബാക്കി മൂന്നും കറക്റ്റാണ്. അപ്പോൾ എൽഡർ ലൈൻ എന്ന് പറയുന്നത് എന്താണ്? വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ്. ശ്രേഷ്ഠം പദ്ധതി ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മന്ദഹാസം മുതിർന്ന പൗരന്മാർക്ക് എന്താണ്? കൃത്രിമമായിട്ടുള്ള പല്ലിൻ്റെ സെറ്റൊക്കെ നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. കാവൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡർ പദ്ധതിയല്ല. കാവൽ എന്ന് പറയുന്നത് കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികളെ അതിൽ നിന്നൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിയാണ്. അവരെ നല്ല രീതിയിൽ നയിക്കാനുള്ളൊരു പദ്ധതിയാണ് കാവൽ എന്ന് പറയുന്നത്. അതൊരു ട്രാൻസ്ജെൻഡർ പദ്ധതിയല്ല. അപ്പം ഇതിൻ്റെ ആൻസർ 1, 2, 3 കറക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളുടെ പട്ടികയിൽ, അതായത് റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ഇതെല്ലാം നെറ്റ്വർക്ക് ഉപകരണങ്ങളാണ്. റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ. ഏതാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്? ഇതിൽ ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത് 3ഉം 4ഉം, അതായത് സ്വിച്ചും റൂട്ടറുമാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കുന്നത്. അപ്പോൾ താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ നിങ്ങൾക്ക് പഠിക്കാം. നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൂട്ടറൊക്കെ ഉണ്ട്. അതിൽ സ്വിച്ചും റൂട്ടറുമാണ് ഇൻ്റലിജൻറ്റ് ഉപകരണങ്ങളായി കണക്കാക്കപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക, ചേരുംപടി ചേർക്കുക. നോക്കിക്കേ, അൻഷി ദേശീയോദ്യാനമുണ്ട്, ഭിത്താർഗണിക, സരിസ്ക, ബുക്സ, കേബുളം ജാവു. അപ്പം നമുക്ക് നോക്കാം. അൻഷി ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അൻഷി ദേശീയോദ്യാനം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതുപോലെ ഭിത്താർഗണിക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ. സരിസ്ക, മൂന്നാമത്തത് സരിസ്കയാണ്. സരിസ്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാൻ. ദെൻ ബുക്സ ബംഗാളിലാണ്. അപ്പോൾ ബുക്സ പശ്ചിമ ബംഗാൾ. കേബുളം ജാവോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂരിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ദേശീയോദ്യാനങ്ങളും അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളും പഠിച്ചിരിക്കേണ്ടതാണ്. ഓരോ ദേശീയോദ്യാനം ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജീവകങ്ങളും രാസനാമങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. ഇതും ഒരു ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമാണ്. വിറ്റാമിൻസിൻ്റെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ എന്താണ് രാസനാമം ഓപ്പോസിറ്റ് തന്നിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യിക്കുക. ജീവകം എ എന്ത് പറയും? ജീവകം എ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ് അല്ലേ. ജീവകം എ ആണ് റെറ്റിനോൾ. അപ്പോൾ ജീവകം എ മാച്ച് ചെയ്യുന്നത് റെറ്റിനോൾ ആയിട്ടാണ്. ജീവകം സി എന്താണ്? സി ആണ് അസ്കോർബിക് ആസിഡ്. ജീവകം സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. ജീവകം ഡി ആണെങ്കിലോ? ജീവകം ഡി ആണ് കാൽസിഫെറോൾ. ജീവകം ഡി എന്താണ്? കാൽസിഫെറോൾ ആണ്. ജീവകം ഇ ആണ് ടോക്കോഫെറോൾ അല്ലേ. ബ്യൂട്ടി വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജീവകം ഇ ആണ് ടോക്കോഫെറോൾ. നെക്സ്റ്റ് ജീവകം കെ ആണ്. ജീവകം കെ എന്തറിയപ്പെടുന്നു? ഫില്ലോക്കിനോൻ എന്നറിയപ്പെടുന്നു. ഫില്ലോക്കിനോൻ ആണ് ജീവകം കെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങൾ ചുവടെ നൽകുന്നു. G20യുടെ 17ാമത് ഉച്ചകോടിയാണ് 2023 നടക്കുന്നത്. ന്യൂഡൽഹിയാണ് ഉച്ചകോടിയുടെ വേദി. ഉച്ചകോടിയുടെ ആപ്തവാക്യം വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. G20യുടെ ഇന്ത്യയുടെ ഷെർപ്പ നിലവിൽ അമിതാഭ് കാന്താണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയെന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 2023 G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. 2023 G20 ഉച്ചകോടി G20യുടെ 17ാമത് ഉച്ചകോടിയാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഓപ്ഷൻ. അത് തെറ്റാണ്. 2023 G20 ഉച്ചകോടി എന്ന് പറയുന്നത്
18ാമത് ഉച്ചകോടിയാണ്. G20യുടെ 18ാമത് ഉച്ചകോടിയാണ് 2023 നടന്നത്. അത് നടന്ന വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് 2023 G20 ഉച്ചകോടി നടന്നത്. ഉച്ചകോടിയുടെ ആപ്തവാക്യം വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. അത് കറക്റ്റാണ്. ന്യൂഡൽഹിയിലാണ് അപ്പോൾ നടന്നത്. ഉച്ചകോടിയുടെ ആപ്തവാക്യം വസുദൈവ കുടുംബകമാണ്. ഇന്ത്യയുടെ G20 ഷെർപ്പ നിലവിൽ അമിതാഭ് കാന്താണ്. G20 ഷെർപ്പ അമിതാഭ് കാന്താണ്. അത് കറക്റ്റാണ്. ഈ ഷെർപ്പ എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. G20 റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആര്? ഷെർപ്പ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയുടെ നിലവിലെ G20 ഷെർപ്പ അമിതാഭ് കാന്താണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 2, 3, 4 കറക്റ്റായിട്ടുള്ള ആൻസറാണ്. ഏതൊക്കെയാണ്? 2, 3, 4 കറക്റ്റ് ആൻസറാണ്. അപ്പോൾ G20യുടെ 17ാമത് ഉച്ചകോടിയല്ല, 18ാമത് ഉച്ചകോടിയാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത്. 2023 നടന്നത് 18ാമത് ഉച്ചകോടിയാണ്. അത് ന്യൂഡൽഹിയിൽ വെച്ചാണ് നടന്നത്. ഉച്ചകോടിയുടെ ആപ്തവാക്യം എന്തായിരുന്നു? വസുദൈവ കുടുംബകം എന്നുള്ളതാണ്. നിലവിലെ നമ്മുടെ G20 ഷെർപ്പ ആരാണ്? ഇന്ത്യയുടെ അമിതാഭ് കാന്താണ് G20 ഷെർപ്പ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൈറസുകളുടെ ഏതാനും സവിശേഷതകൾ ചുവടെ നൽകുന്നു. ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടന, ജീവനുള്ള കോശത്തിന് വെളിയിൽ നിർജീവവും കോശരഹിതവും, ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു, ആദ്യത്തെ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നില്ല. അപ്പോൾ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെയെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. വൈറസുകളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടന എന്ന് പറയുന്നത് കറക്റ്റാണ്. പരൽ പോലത്തെ ഘടനയാണ് വൈറസുകൾക്കുള്ളത്. ജീവനുള്ള കോശത്തിന് വെളിയിൽ നിർജീവവും കോശരഹിതവുമാണ്. വൈറസുകൾ നിർജീവമാണ് അല്ലേ? ജീവനുള്ള കോശത്തിന് വെളിയിൽ അത് നിർജീവവുമാണ്, അതുപോലെ കോശരഹിതവുമാണ്. വൈറസുകൾക്ക് കോശമില്ല. അത് കറക്റ്റാണ്. ദെൻ ജീവനുള്ള കോശത്തിനുള്ളിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. കറക്റ്റ് ആൻസറാണ്. ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ആര്? വൈറസുകൾ അല്ലേ? വൈറസുകൾക്ക് ഒരു ജീവനുള്ള വസ്തുവിൽ കയറിയാൽ മാത്രമേ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ പുറത്താണെങ്കിൽ നിർജീവമായിട്ട് തന്നെ അത് കാണപ്പെടും. ഇനി ആദ്യത്തെ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നില്ല എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 1, 2, 3 കറക്റ്റാണ്. എന്തൊക്കെയാണ്? ജീവനുള്ള കോശത്തിന് വെളിയിൽ പരൽ പോലത്തെ ഘടനയിൽ കാണപ്പെടുന്നു. ജീവനുള്ള കോശത്തിന് വെളിയിൽ ഇത് നിർജീവവും കോശരഹിതവുമാണ്. ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ മാത്രമാണ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. ആദ്യം നിർജീവമായിരിക്കും അല്ലേ? ജീവനുള്ളൊരു വസ്തുവിൽ കയറുന്നതിന് മുമ്പ് ഇത് നിർജീവമായിട്ടാണ് കാണപ്പെടുന്നത്. ജീവനുള്ള കോശത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ ഇത് ആക്റ്റീവായിട്ട് കാണപ്പെടുകയുള്ളൂ. അതുപോലെ ആദ്യത്തെ കോശത്തിനുള്ളിൽ വിഭജനം നടത്തുന്നുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവന നടത്തുന്നില്ല എന്നാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 3 അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം അടുത്ത എക്സാമിന് ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസ് ആയാലും LDC 2024 പ്രിലിംസ് എഴുതുന്നവരായാലും ഈ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത എക്സാമിന് പോകുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്. വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.